വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഞാൻ എവിൻ റോസിലേക്ക് പോവുകയാണ്. എവിൻ, ഈ മൊറോക്കോയും ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ അതും ക്വാർട്ടർ ഫൈനലാണ്. ക്വാർട്ടർ ഫൈനലിൽ അത്തരത്തിലൊരു പോരാട്ടം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടു. സെമി ഫൈനലിൽ എന്താണെങ്കിലും ഫ്രാൻസിന്റെ ഒരു റെക്കോർഡ് അത് ഗംഭീരമാണ്. ഈ ടൂർണമെന്റിലും എംബാപ്പെ, അവിടെ ഒലീസെ, ഇനി അല്ലെങ്കിൽ ഡെംബലെ, ഇനി ബാർക്കോള, അങ്ങനെ ഏത് താരങ്ങളെ എടുത്താലും അതിഗംഭീര ഫോമിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഒരു രസകരമായിട്ടുള്ള ഒരു ആലോചന വരുമ്പോൾ, ഈ ഫ്രാൻസിന് ഈ ഒരു ആഫ്രിക്കൻ കൺട്രി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അത് ഏറ്റവും ഭീകരമായിട്ടുള്ള എതിരാളികളാകാൻ സാധ്യത അത് ഈ മൊറോക്കോയാണ്. അപ്പോൾ മൊറോക്കോയ്ക്ക് ഫ്രാൻസിനെ ഇന്ന് പിടിച്ചു കെട്ടാൻ കഴിയുമോ, അല്ലെങ്കിൽ ഫ്രാൻസിന് എളുപ്പമായിരിക്കുമോ മൊറോക്കോ? ഒരിക്കലും ഒരു ക്വാർട്ടർ ഫൈനല് എളുപ്പം എന്നൊരു വാക്കിന് അർത്ഥമില്ല. കാരണം ഓരോ ദിവസത്തെയും പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ ഫ്രാൻസ് എന്ന് പറയുന്ന ടീം ഒരു കംപ്ലീറ്റ് ടീമാണ്. അവിടെ റിസർവ് നിര പോലും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നിര പോലും ഈക്വലി ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ ഡെഷാമ്പിനെ പോലെ ഒരു പരിശീലകന് ആ കളി ജയിക്കാനുള്ള തന്ത്രം മെനയാൻ അദ്ദേഹത്തിന് വളരെ ഈസിയാണ്. പ്രത്യേകിച്ചും 4-2-3-1 ഫോർമേഷൻ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് ഉറച്ചെന്ന് കളിക്കുന്ന അവർക്ക് കാണാപ്പാടം പോലെയാണ് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത്, അതിനനുസരിച്ച് കളിക്കുന്നത്. ഫിസിക്കലി ആയിരുന്നാലും സ്കില്ലിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ സൈബാരിയുടെ പരിക്ക് തീർച്ചയായിട്ടും മൊറോക്കോയ്ക്ക് തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിഫൻസീവിന് ശ്രമിച്ചുകൊണ്ട് ഡിഫൻസീവിന് ഉറച്ചുനിന്ന് പോരാടുന്ന മൊറോക്കോ. പക്ഷെ ഒരു മത്സരം കോമ്പറ്റീഷൻ ഇവിടെ വളരെ നിർണായകമാണ്. ഹക്കീമി എന്ന് പറയുന്ന റൈറ്റ് ഫുൾ ബാക്കിന്റെ ആ ഒരു പെർഫോമൻസ്, അദ്ദേഹം എപ്പോഴും ഓവർലാപ്പ് ചെയ്ത് കളിച്ച് എതിർ ടീമിന് വലിയ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു കളിക്കാരനാണ്. എതിർ ടീമിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമിന് കൂടുതൽ അറ്റാക്കിംഗ് ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഹക്കീമിയുടെ റണ്ണും, ഒപ്പം തന്നെ അതേ വിങ് ആണ് കൂടുതലും എംബാപ്പെ യൂസ് ചെയ്യുന്നത്. ആ ഒരു വിങ്ങിലെ പോരാട്ടം തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ നിർണായക ഘടകമായിരിക്കും. പക്ഷേ ഫ്രാൻസിന് അങ്ങനെ ഒരു കടുത്ത ഒരു പോരാട്ടം നൽകി പോകുന്നതിനേക്കാളും ഒരു മാന്യമായ ഒരു ജയം ഫ്രാൻസിന് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ മത്സരം. പ്രത്യേകിച്ചും സൈബാരിയുടെ ഒരു അഭാവം തീർച്ചയായിട്ടും മൊറോക്കോയെ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ ഈ പക്ഷേ മൊറോക്കോയുടെ ഒരു സാഹചര്യം അവർക്ക് ഗുണകരമാവുന്നത് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും പറ്റും. ഈ മറ്റ് ആഫ്രിക്കൻ നിരകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവരുടെ അറ്റാക്കിന്റെ വേഗതയും സ്പീഡും ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എവിൻ സൂചിപ്പിച്ചതുപോലെ സായ്ബരിയുടെ ഒരു അഭാവം അത് വലിയൊരു വിടവ് തന്നെയാണെന്നുള്ളത് തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അവർ പ്രകടമാക്കിയ ഒരു കരുത്തും മികവും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ ഇതുവരെ കൊണ്ടുവരുന്ന കാലാകാലങ്ങളായി കൊണ്ടുവരുന്ന പ്രകടമാക്കുന്ന ഒരു ഗ്രാഫ്, അതിങ്ങനെ മുകളിലേക്ക് മാത്രമാണ് മൊറോക്കോയുടേത്. ഫ്രാൻസിൻ്റെതും അങ്ങനെ തന്നെ. എങ്കിൽ പോലും ഇന്ന് മൊറോക്കൻ കോച്ച് പറഞ്ഞതും അത് തന്നെയാണ്, ഞങ്ങൾ ഓരോ വർഷവും തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസും അങ്ങനെ തന്നെ. പക്ഷേ ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഈ അറ്റാക്ക് പ്ലസ് ഡിഫൻസ് രണ്ടിലും ഒരേപോലെ മികവ് കാട്ടുന്ന ഒരു ആഫ്രിക്കൻ കൺട്രി എന്നുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഫ്രഞ്ച് പരിശീലകൻ ഡിഡിയർ ദശാംസിന്റെ കണക്കുകൂട്ടലുണ്ടാകില്ലേ? തീർച്ചയായിട്ടും നമുക്കൊരിക്കലും മൊറോക്കോയെ ഒരു കംപ്ലീറ്റ് ആഫ്രിക്കൻ ടീം എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം, ആ ടീമിലെ ഭൂരിഭാഗം കളിക്കാർ യൂറോപ്യൻസ് ആണ്. ഫ്രഞ്ച് ടീമില്, അല്ലെങ്കിൽ നെതർലാൻഡ്സില്, അല്ലെങ്കിൽ സ്പെയിൻ ടീമില് അവസരം ലഭിക്കാത്ത, അല്ലെങ്കിൽ അതിനേക്കാളും സേഫ് ആയിട്ട് മൊറോക്കോയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് മൊറോക്കോ ചൂസ് ചെയ്ത ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ടീം എന്ന് മൊറോക്കോ ആഫ്രിക്കൻ യൂറോപ്യൻ ടീം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിചിതമായ കളിക്കാരാണ്, ഒപ്പം കളിക്കുന്ന കളിക്കാരാണ്. അതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനൊരു ഫ്രാൻസിന് അഡ്വാൻറ്റേജ് നൽകുന്ന അവിടെയാണ്. കാരണം സൈബാരി പോലുള്ള ഒരു നമ്പർ 9 സ്ട്രൈക്കർ ഫിസിക് കൊണ്ടും സ്പീഡ് കൊണ്ടും ഗോൾ സ്കോറിംഗ് മികവുകൊണ്ടും മുന്നോട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇവരുടെ ഉറച്ചുനിന്ന് പോരാടുന്ന ഒരു ഡിഫൻഡേഴ്സ്. ആ ഡിഫൻഡേഴ്സ് സൈബാരി പോലുള്ള കളിക്കാരനെ ബോൾ എത്തിക്കുമ്പോൾ കൂട്ടമായിട്ട് അറ്റാക്കിങ്ങിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്ന തരത്തിൽ ആണ് അവരുടെ കളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അറ്റാക്കിലോട്ട് ആ ഒരു വിടവ് വളരെ വലിയൊരു വിടവാണ്. ആ വിടവ് നികത്താൻ മറ്റുള്ള ഒരു താരത്തിന് കഴിയുമോ എന്നുള്ളത് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോച്ചിന്റെ ആ ഒരു എന്താ പറയാ ക്ലൈമിങ്ങിനേക്കാൾ ഉപരിയായിട്ടും അവരൊരു സേഫ് ഫുട്ബോൾ ഡിഫൻസിൽ ഉറച്ചെന്ന് പോരാടുന്ന ഒരു മൊറോക്കോയെ കാണുക. നമുക്ക് പരാഗ്വേയുടെ മത്സരത്തിൽ കണ്ടതാണ്, കളി ജയിക്കാൻ ഏത് തന്ത്രം ഉപയോഗിക്കുന്ന, കളിക്കാരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫറെന്റ് ടാക്ടിക്സ് ഉണ്ട്. എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ടാക്ടിക്സിലൂടെ കളി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ലാതെ ഫ്രാൻസിനെ പോലെ ഒരു ടീമിനെതിരെ അറ്റാക്കിംഗ് ഡിഫൻസിന് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും മൊറോക്കോയ്ക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്.
ഈ ഒരു പക്ഷേ ഈ കുറച്ച് അർജന്റീന ആരാധകരെങ്കിലും ആലോചിക്കുന്നുണ്ട് ഇന്ന് ഫ്രാൻസിനെ പരാജയപ്പെടുത്താൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. അതായത് കണക്കുകൂട്ടൽ ഇങ്ങനെയാണല്ലോ, സെമി ഫൈനലിൽ അർജന്റീന എത്തുമെന്നും അല്ലെങ്കിൽ സെമിയിൽ ഫ്രാൻസ് അല്ലാതെ സ്പെയിനെ കിട്ടുകയാണെങ്കിൽ സ്പെയിൻ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നൊക്കെയാണ് ഒരു കണക്കുകൂട്ടലുകളും സംസാരവും ഒക്കെ സോഷ്യൽ മീഡിയയിലെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രാൻസിനെ പൂട്ടണമെങ്കിൽ, ഈ ഒരു ഘട്ടത്തിൽ ഫ്രാൻസിനെ പൂട്ടണമെങ്കിൽ അത് മൊറോക്കോയ്ക്ക് മാത്രമേ പറ്റൂ എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമില്ല. സ്പെയിനെ നമ്മള് തീർച്ചയായിട്ടും കാണേണ്ടി. ഇപ്പൊ സ്പെയിൻ ബെൽജിയം മത്സരത്തിന്റെ റിസൾട്ട് എന്താവുമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും സ്പെയിനുമായിട്ട് മാത്രമേ ഫ്രാൻസിന് ഈ വേൾഡ് കപ്പിൽ ഒരു ടഫ് ഫൈറ്റ് വരാൻ സാധ്യതയുള്ളൂ. കാരണം സ്പെയിന് എതിരാളിയായിട്ട് മാറാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ സെമി ഫൈനലിൽ ഫ്രാൻസ് സ്പെയിൻ മത്സരം വരാൻ സാധ്യതയുണ്ട്. അത് ഒരു കറുത്ത കുതിരകളാകാൻ സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് വരാനുള്ള ആ ഗ്രൂപ്പിൽ ആര് വരുമെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് കഴിയില്ല. കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്ലേയേഴ്സിന്റെ ബെല്ലിംഗാം അടക്കമുള്ള എനിക്ക് കീൻ അടക്കമുള്ള കളിക്കാർ ഉൾപ്പെട്ട ഇംഗ്ലണ്ടിന് മാത്രമാണ്. ഈ സ്ഥലത്ത് ഫ്രാൻസ് സ്പെയിൻ ഒരു സെമി ഫൈനലാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അർജന്റീനന്റെ ആരാധകര് അല്ലെങ്കിൽ മറ്റൊരു ആരാധകർ സോഷ്യൽ മീഡിയ ഫൈറ്റ്, ഇതൊക്കെ വെറും നമ്മൾ പറയുന്നല്ലോ, അത് തള്ളിക്കളയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല ക്ലെയിമുകൾ നടത്താൻ സാധിക്കും. പക്ഷെ ടാക്ടിക്കലി അല്ലെങ്കിൽ നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസ് സ്പെയിൻ ഒരു സെമി ഫൈനലിൽ സാധ്യത ഉണ്ട്. അവിടെ വിജയിക്കുന്ന ടീം ഈ ടൂർണമെന്റ് ചാമ്പ്യൻസ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ഈ ആസ് എ കോച്ച്, എബിനൊരു പരിശീലകനാണ്. അപ്പോൾ പരിശീലകന്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഈ ദ്വിതീയ ദശാംശം എന്ന പരിശീലകൻ ആ ടീമിൽ ഇടപെടുന്ന രീതി സ്ക്രീനിലെങ്കിലും ഭയങ്കര രസമായി തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എംബാപ്പയോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാണുമ്പോൾ അവിടെ ഒരു സ്നേഹവും ഒരു കരുതലുമുണ്ട്, ഒപ്പം തന്നെ ഒരു കണിച്ചതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ, വിന്നിംഗ് ക്യാപ്റ്റനാണ്, വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ. ഇപ്പോൾ പരിശീലകനായി ആ ടീമിനൊപ്പം ദശാംശ് എത്രത്തോളം നിർണായകമായിട്ടുള്ള ഫാക്ടറാണ് ഫ്രാൻസിന്റെ ഈ ഇത്രയും കാലഘട്ടങ്ങളായിട്ടുള്ള കുതിപ്പ്? നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കളിക്കാരൻ ഒരു മികച്ച, ഇപ്പൊ നമുക്കറിയാം മറഡോണ ഒന്നും മികച്ച പരിശീലകനായില്ല, പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ ഒരു കളിച്ച് പ്രൂവ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു നമ്മളെ അതേപോലെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കോളി സാധിക്കും എന്ന് ഉള്ളതിന് ഒരു ബിഗ് എക്സാമ്പിൾ ആണ് അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ. റൈറ്റ്, ഞാൻ അവസാനമായിട്ട്, അതായത് ഇന്നത്തെ ഈ മത്സരത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും എഡ്ജ് പ്രവചനങ്ങളൊക്കെ ഫ്രാൻസ് തന്നെയാണ്. എങ്കിൽ പോലും എവിൻ്റെ ഒരു സ്കോർ കാർഡ് എന്താണ്? ഇന്ന് അതൊരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ, അതോ ഈ 90 മിനിറ്റിൽ തീരുമോ? എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു സ്കോർ കാർഡ് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ സാധാരണ ഇപ്പൊ പ്രഡിക്ഷൻ ചെയ്യാറില്ല. ഒരു പ്ലെയർ ആയിരുന്ന സമയത്ത് പ്രഡിക്ഷൻ ചെയ്തുകൊണ്ട് 90% ആക്രോസി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് ഞാൻ ഒരു പ്രഡിക്ഷൻ ചെയ്യാം. താങ്കൾ ചോദിച്ചതുകൊണ്ട് ഒരു 2-0 ഫ്രാൻസ് റെഗുലർ ടൈമിൽ തന്നെ കളി അവസാനിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിശ്ചിത സമയത്ത് 2-0 ഫ്രാൻസ് ജയിക്കുമെന്നാണ് എബിൻ റോസിന്റെ പ്രവചനം. എന്തായാലും എബിൻ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫുട്ബോളം. എബിൻ റോസാണ് നമ്മോടൊപ്പം ചേർന്നത്, പരിശീലകൻ, മുൻ ഫുട്ബോൾ താരം. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിൽ പ്രകടമാണ് ഫ്രാൻസിന്റെ ഒരു ആധിപത്യം വ്യക്തമാണ് എന്നുള്ളത്. താങ്ക് യു വൺസ് അഗെയിൻ എബിൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.